ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് 8th സ്റ്റാൻഡേർഡിലെ കേരള പാഠാവലിയുടെ 2025-26 അധ്യയന വർഷത്തെ ഫസ്റ്റ് ടൈം എക്സാമിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ കൂട്ടുകാരെ കൊടുത്തിട്ടുള്ളത്? നിർദ്ദേശങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, നന്നായി വായിച്ച് മനസ്സിലാക്കുക. ഓക്കെ, നമുക്ക് ഓരോ ചോദ്യങ്ങളായി നോക്കാം. 1 മുതൽ 4 വരെ ചോദ്യങ്ങളുടെ ഉത്തരം തിരഞ്ഞെടുത്തെഴുതുക. ഒരു സ്കോർ വീതം എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തെ ചോദ്യം നോക്കാം. പാടുന്ന വണ്ടുകൾക്കൊപ്പമായി തെന്നിലിയിൽ ആടുന്ന നിങ്ങളെ യാർ മറക്കും. പനിനീർപ്പൂ എന്ന കവിതയിലെ വരികളാണല്ലേ നൽകിയിട്ടുള്ളത്. ഓക്കെ, ചോദ്യം നോക്കൂ. ഈ വരികളിൽ നിങ്ങളെ എന്ന് സൂചിപ്പിച്ചിരിക്കുന്നത് എന്തിനെയാണ്? ഓപ്ഷൻ എ പൂക്കളെ, ബി വണ്ടുകളെ, ഓപ്ഷൻ സി തെന്നലെ, ഓപ്ഷൻ ഡി പാട്ടിനെ. അപ്പോൾ ഇതിൽ റൈറ്റ് ആൻസർ ഏതാണ്? അതെ, ഓപ്ഷൻ എ പൂക്കളെ എന്നുള്ളതാണ് അല്ലേ. ഓപ്ഷൻ എ പൂക്കളെ. ദെൻ രണ്ടാമത്തെ ചോദ്യം. തിങ്കളാഴ്ച നല്ല ദിവസം എന്ന തിരക്കഥാഭാഗത്തെ സംബന്ധിക്കുന്ന പ്രസ്താവനകളെ ശരിയായത് ഏതെന്നാണ് അല്ലേ ചോദിച്ചിട്ടുള്ളത്. ഒന്ന് നോക്കൂ. അമ്മയെ ശരണാലയത്തിൽ താമസിപ്പിക്കാനാണ് മക്കളുടെ തീരുമാനം. ദെൻ 2, അമ്മയ്ക്ക് ശരണാലയത്തിൽ പോകാൻ വലിയ താല്പര്യമുണ്ട്. 3, അമ്മ ശരണാലയത്തിലേക്ക് പോകുന്നില്ല. അപ്പോൾ ഇതിൽ ഏതാണ് ശരി എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഇതിൽ ഏതാണ് ശരി കൂട്ടുകാരെ? ഓക്കെ, ദെൻ മൂന്നാമത്തെ ചോദ്യം നോക്കൂ. പാടുമ്പോൾ മനസ്സംതൃപ്തിയാണ് പ്രധാനം. അടിവരയിട്ട പദത്തിന്റെ ശരിയായ വിഗ്രഹാർത്ഥം ഏതെന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ അടിവരയിട്ടിരിക്കുന്ന പദത്തിന്റെ ശരിയായ വിഗ്രഹാർത്ഥം ഏതാണ്? മനസ്സാകുന്ന സംതൃപ്തി, മനസ്സും സംതൃപ്തിയും, മനസ്സിന്റെ സംതൃപ്തി, മനസ്സെന്ന സംതൃപ്തി. ഇതിലേതാണ് റൈറ്റ് ആൻസർ? അത് മനസ്സിന്റെ സംതൃപ്തിയാണ് അല്ലേ. ഓക്കെ, ദെൻ നാലാമത്തെ ചോദ്യം നോക്കാം. ചുവടെ പിരിച്ചെഴുതിയവയിൽ ശരിയായത് ഏതെന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. സന്തോഷ ചിരി, സന്തോഷ ചിരി. വഴിക്കണക്ക്, വഴി കണക്ക്. എന്റെയും എൻ്റെ ദെൻ വികൃതമായ, വികൃതമായ. അപ്പൊ ഇതിൽ ഏതാണ് ശരിയായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്? അതെ, ഓപ്ഷൻ സി ആണല്ലേ. അതായത് 3 ആണ്. ഓപ്ഷൻ എ 1, ഓപ്ഷൻ ബി 2, ഓപ്ഷൻ സി 3, ഓപ്ഷൻ ഡി 4 എന്ന് നൽകിയിട്ടുണ്ട്. അപ്പൊ ആൻസർ ഏതാണ്? ഓപ്ഷൻ സി 3 ആണ്. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. 5 മുതൽ 7 വരെയുള്ള ചോദ്യങ്ങൾക്ക് 3 4 വാക്യത്തിൽ ഉത്തരം എഴുതുക. 3 സ്കോർ വീതം എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, 5ാമത്തെ ചോദ്യം നോക്കാം. നിങ്ങളാരും എത്ര കാലം കഴിഞ്ഞാലും എന്നെ കാണാനായിട്ട് അങ്ങോട്ടേക്ക് വരരുത്. തിരക്കഥാ സന്ദർഭം വിശകലനം ചെയ്ത് അമ്മ എന്ന കഥാപാത്രത്തിന്റെ സവിശേഷതകൾ കണ്ടെത്തി എഴുതുക എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ആൻസർ നോക്കാം. തനതായ വ്യക്തിത്വവും ഉറച്ച മനസ്സുമുള്ള കരുത്തുറ്റ കഥാപാത്രമാണ് തിങ്കളാഴ്ച നല്ല ദിവസം എന്ന തിരക്കഥയിലെ അമ്മ. കുടുംബത്തിലെ കേന്ദ്രബിന്ദുവായ അമ്മയാണ് ബന്ധങ്ങളെയെല്ലാം കൂട്ടിയിണക്കുന്നത്. അമ്മയുള്ളത് കൊണ്ട് മക്കളും പേരക്കുട്ടികളുമെല്ലാം ആ വീട്ടിലേക്ക് എത്തുന്നത്. വീടും പരിസരവുമായി ഭംഗിയായി സൂക്ഷിക്കുമ്പോഴും ആടിനെയും പശുവിനെയും പരിപാലിപ്പിക്കുമ്പോഴൊക്കെ അമ്മയുടെ മനസ്സിൽ മക്കൾ തന്നെയാണുള്ളത്. മക്കളും കുടുംബവുമെല്ലാം വീട്ടിൽ ഒന്നിച്ചെത്തിയത് അവരെ സന്തോഷിപ്പിക്കുന്നുണ്ടെങ്കിലും മക്കൾക്ക് തന്നോടോ വീടിനോടോ പഴയ സ്നേഹമില്ല എന്ന തിരിച്ചറിവ് അവരെ വേദനിപ്പിക്കുന്നുണ്ട്. മകൻ ഗോപൻ വീട് വിൽക്കുന്നതിനെ കുറിച്ച് പറയുമ്പോഴും ഗോപന്റെ ഭാര്യ ബിന്ദു അമ്മയെ ശരണാലയത്തിലാക്കുന്ന കാര്യം പറയുമ്പോഴും മനസ്സ് നേറുന്നുണ്ടെങ്കിലും അമ്മ പ്രതികരിക്കാൻ തയ്യാറാവുന്നില്ല. കുടുംബത്തിലെ നേതൃത്വപരമായ സ്ഥാനമുണ്ടെങ്കിലും മക്കളെ വേദനിപ്പിക്കുന്ന രീതിയിൽ അമ്മ ഒരു വാക്കുപോലും ഉപയോഗിക്കുന്നില്ല. അതുവരെ പ്രിയപ്പെട്ടതായിരുന്നതെല്ലാം ഉപേക്ഷിച്ച് മക്കളുടെ തീരുമാനത്തിന് വഴങ്ങി ശരണാലയത്തിലേക്ക് പോകുമ്പോഴും ഒരിറ്റു കണ്ണുനീർ പോലും വീഴ്ത്താതെ, ഒരു തുണിസഞ്ചി പോലും ഇല്ലാതെയാണ് അവർ പടിയിറങ്ങുന്നത്. യഥാസമയം മക്കൾക്കും കൊച്ചുമക്കൾക്കുമായി ചെയ്യേണ്ടതെല്ലാം ചെയ്ത് മക്കൾ സ്വയം പ്രാപ്തിയായപ്പോൾ സ്വയം രംഗം വിട്ടൊഴിയുന്ന തൻ്റെ ഇടമുള്ള വ്യക്തിത്വത്തിനുടമയാണ് അമ്മ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക കൂട്ടുകാരെ? യെസ്, ഇതുപോലെ അമ്മ എന്ന കഥാപാത്രത്തിന്റെ സവിശേഷതകൾ കണ്ടെത്തി എഴുതുക. ഓക്കെ, ദെൻ 6ാമത്തെ ചോദ്യം. ഓരോ വ്യക്തിയുടെയും വിജയത്തിന് പിന്നിൽ നിരവധി ആളുകളുടെയും സഹനത്തിന്റെയും കരുതലിന്റെയും കരങ്ങളുണ്ട്. പാടി വീട്ടാത്ത കടങ്ങൾ. ഈ നിരീക്ഷണങ്ങളോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ വ്യക്തമാക്കുക എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ നിരീക്ഷണത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ വ്യക്തമാക്കുക എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. അതായത് ഓരോ വ്യക്തിയുടെയും വിജയത്തിന് പിന്നിൽ നിരവധി ആളുകളുടെയും സഹനത്തിന്റെയും കരുതലിന്റെയും കരങ്ങളുണ്ട്. പാടി വീട്ടാത്ത കടങ്ങൾ എന്ന ചാപ്റ്ററിലെ ഭാഗമാണല്ലേ. ഈ നിരീക്ഷണത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ വ്യക്തമാക്കുക എന്നുള്ളതാണ് 6ാമത്തെ ചോദ്യം. അപ്പോൾ നോക്കാം നമുക്ക്. എന്താണ് നമുക്കറിയാം, ഓരോ വിജയിക്ക് പിന്നിലും ധാരാളം ആളുകളുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടായിരിക്കും. ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ മേഖലകളിൽ വിജയം നേടിയ ആളുകളെ മാത്രമേ സമൂഹം കാണുന്നുള്ളൂ. എന്നാൽ ആ വിജയം
എന്നാൽ ആ വിജയത്തിനു വേണ്ടിയുള്ള അവരുടെ നിരന്തരമായ കഠിനാധ്വാനമോ അവരെ വിജയത്തിലെത്തിക്കാൻ സഹായിച്ചവരെയോ സമൂഹം പലപ്പോഴും ശ്രദ്ധിക്കാറില്ല. സ്വത്വസിദ്ധമായ കഴിവും കഷ്ടപ്പെട്ട് ലക്ഷ്യം നേടാനുള്ള മനസ്സും ഉണ്ടായിരുന്നെങ്കിലും യേശുദാസിനെ ലോകം അറിയുന്നൊരു ഗായകനാക്കി മാറ്റിയത് ആവശ്യനേരങ്ങളിൽ മനസ്സറിഞ്ഞ് സഹായിച്ച ചില നല്ല മനുഷ്യരാണെന്ന് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നു. ആദ്യ ഗാനത്തിന്റെ റെക്കോർഡിങ്ങിനു വേണ്ടിയുള്ള മദ്രാസ് യാത്രയ്ക്ക് 16 രൂപ നൽകിയ മത്തായി ചേട്ടനും അപ്പച്ചന്റെ മൃതദേഹം കിട്ടാൻ ആശുപത്രിയിൽ ബില്ലടയ്ക്കാൻ സഹായിച്ച പി ഭാസ്കരനും ചെയ്ത സഹായങ്ങൾ കടപ്പാടായി യേശുദാസിന് തോന്നുന്നത് ആ പണം മടക്കി നൽകാനാവാത്തത് കൊണ്ട് മാത്രമല്ല, മറിച്ച് ആവശ്യ നേരങ്ങളിൽ ലഭിച്ച പണം ലക്ഷങ്ങളുടെ മൂല്യമുള്ളതായി അനുഭവപ്പെട്ടത് കൊണ്ട് തന്നെയാണ്. മദ്രാസ് യാത്രയ്ക്ക് സഹായമേകിയ തങ്ങൾ മൈലാപ്പൂരിൽ താമസമൊരുക്കിയ അമ്മാവൻ പനി ബാധിച്ച് പാടാൻ അവസരം നഷ്ടപ്പെട്ടും ദയതോന്നി പാടാൻ അവസരം നൽകിയ സംഗീത സംവിധായകൻ MP ശ്രീനിവാസൻ എന്നിങ്ങനെ ആദ്യ പാട്ടിന് തന്നെ യേശുദാസിനെ സഹായിച്ചവർ നിരവധിയാണ്. തൻ്റെ ജീവിതത്തിലെ ചവിട്ടുപടികളായി നിന്ന് ഉയരത്തിലെത്താൻ സഹായിച്ചവരെ വിജയങ്ങൾക്കിടയിലും ഓർത്തിരിക്കുന്ന യേശുദാസിന്റെ മാതൃക തികച്ചും അനുകരണീയം തന്നെയാണ്. അപ്പം എന്ത് ചെയ്യുക, നിങ്ങൾക്ക് നിരീക്ഷണത്തോട് യോജിക്കുന്നുണ്ടെങ്കിൽ അത് വ്യക്തമാക്കിയതുപോലെ എഴുതാവുന്നതാണ്. ഓക്കെ, ഇത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഏതൊരു പാഴ്മണൽ കാടുതൻ നിങ്ങളാൽ പൂതമാനന്ദനമാകുന്നില്ല, പനിനീർ പൂവ്. കവിയുടെ ഈ നിരീക്ഷണത്തിന്റെ ഔചിത്യം വ്യക്തമാകുക എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇത് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നൽകിയിട്ടുണ്ടല്ലോ. എന്താണ്? നിശ്ചലമായ കൃഷ്ണമണികളെ തൊട്ട് താഴേക്ക് ഒഴുകിയിറങ്ങിയ കണ്ണുനീരിനടിയിലും നീലകണ്ഠൻ ചിരിച്ചു. മന്ദാരപ്പൂ പോലെ. താളുകൾക്കിടയിൽ ഒരു മയിൽപ്പീലി. മന്ദാരപ്പൂ പോലെ എന്ന പ്രയോഗത്തിന്റെ ഭംഗി വിശദമാകുക എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. മന്ദാരപ്പൂ പോലെ എന്ന പ്രയോഗത്തിന്റെ ഭംഗി വിശദമാകാനാണല്ലേ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നോക്കൂ, മനോഹരമായ ധാരാളം പ്രയോഗങ്ങൾ എന്നുണ്ട് പാഠഭാഗത്തുണ്ട് അല്ലേ. അപ്പൊ കാഴ്ച നഷ്ടപ്പെട്ട അവസ്ഥയിൽ അനുതാരയുടെ വീട്ടിലെത്തിയ നീലകണ്ഠൻ കണ്ണീരിനിടയിലൂടെ ചിരിച്ചതിനെ എഴുത്തുകാരി വർണ്ണിക്കുന്നത് മന്ദാരപ്പൂ പോലെ എന്നാണ്. കണ്ണീരിനിടയിലൂടെയുള്ള അവന്റെ ചിരി മഞ്ഞു തുള്ളികൾ അണിഞ്ഞ മന്ദാരപ്പൂവിനെയാണ് ഓർമ്മിക്കുന്നതെന്ന് കൽപ്പന വളരെ മനോഹരമാണ്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ഇതുപോലെ മന്ദാരപ്പൂ പോലെ എന്ന പ്രയോഗത്തിന്റെ ഭംഗി വിശദീകരിച്ച് എഴുതുക. ഓക്കെ, ഇതിൻ 8 മുതൽ 11 വരെയുള്ള ചോദ്യങ്ങൾക്ക് അരപ്പുറത്തിൽ കവിയാതെ ഉത്തരം എഴുതുക എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. 8ാമത്തെ ചോദ്യം. ശ്രീനാരായണ ഗുരുവിന്റെ വരികളാണ് ചലച്ചിത്രത്തിനു വേണ്ടി യേശുദാസ് ആദ്യം ആലപിച്ചത്. ആ വരികളുടെ സത്ത പിന്നീട് ഗായകൻ ജീവിത ദർശനമാക്കി. ആ 2 കടങ്ങളും ജീവിതത്തിലെ വലിയ കടപ്പാടുകളാണ്, പാടി വീട്ടാത്ത കടങ്ങൾ. മുകളിൽ നൽകിയ സന്ദർഭങ്ങളിലെ ജീവിത സന്ദേശം വിശദമാക്കി കുറിപ്പ് തയ്യാറാക്കുക എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ മുകളിൽ നൽകിയ സന്ദർഭങ്ങളിൽ ജീവിത സന്ദേശം വിശദമാക്കി കുറിപ്പ് തയ്യാറാക്കുക എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്കൊരു മാതൃക നോക്കാം. യേശുദാസിന് എന്താണ് ആദ്യ പാട്ടിന്റെ റെക്കോർഡിങ്ങിന് വേണ്ടി മദ്രാസിലേക്ക് പോകാൻ കൂട്ടുകാരനായ തങ്ങളാണ് സഹായങ്ങൾ നൽകിയത്. കയ്യിൽ ട്രെയിൻ ടിക്കറ്റ് എടുക്കാൻ പോലും പണമില്ലെന്ന് ടാക്സിയിൽ ഇരുന്ന് തങ്ങളോട് പറയുന്നത് കേട്ട പള്ളുരുത്തിയിലെ ടാക്സി ഡ്രൈവർ മത്തായി തിരിച്ചു കിട്ടുമെന്ന് പോലും പ്രതീക്ഷിക്കാതെ 16 രൂപ യേശുദാസിന് നൽകിയത്. യേശുദാസിന്റെ പിതാവ് മരിച്ച സമയത്ത് ആശുപത്രിയിൽ നിന്ന് മൃതദേഹം വിട്ടുകിട്ടാൻ ബില്ലടയ്ക്കാനാവാതെ വിഷമിച്ച യേശുദാസിന് 800 രൂപ നൽകിയ പി ഭാസ്കരൻ മാഷും മത്തായി കൊടുത്തതുപോലെ തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ സഹായിച്ചയാളാണ്. ആ തുക 2 പേർക്കും മടക്കി കൊടുക്കുവാനുള്ള സാമ്പത്തിക സ്ഥിതി പിൽക്കാലത്ത് യേശുദാസിനുണ്ടായെങ്കിലും പണം മടക്കി നൽകിയാൽ തീരുന്നതിനേക്കാൾ ഉയർന്നതാണ് ആവശ്യ സമയത്ത് ലഭിച്ച 2 സഹായങ്ങളും എന്ന ബോധ്യം യേശുദാസിനുണ്ട്. അതുകൊണ്ട് തന്നെ ആ 2 കടങ്ങളും ജീവിതത്തിലെ വലിയ കടപ്പാടുകളായാണ് അദ്ദേഹം കാണുന്നത്. അതുപോലെ തന്നെ എന്താണ് ശ്രീനാരായണ ഗുരുവിന്റെ വരികൾ പാടിക്കൊണ്ട് ചലച്ചിത്രഗാന ലോകത്തിലേക്ക് കടന്ന യേശുദാസ് ഈ വരികളുടെ പൊരുൾ ജീവിത ദർശനമാക്കി. അതായത് ജാതിഭേദങ്ങളില്ലാതെ അദ്ദേഹം ഗാനങ്ങൾ ആലപിച്ചല്ലേ. സംഗീതമായിരുന്നു അദ്ദേഹത്തിനെല്ലാം. സംഗീതത്തിലൂടെ ജനമനസ്സുകളെ ഒന്നിപ്പിച്ച ആ ഗായകൻ കലാ, ജാതി, മതചിന്തകൾക്ക് അതീതമാണെന്ന് തെളിയിച്ചു കൊണ്ടിരിക്കുന്നു. ഭക്തിഗാനങ്ങൾ ആലപിക്കുമ്പോൾ അദ്ദേഹം ആ ഗാനത്തിന്റെ ആത്മാവറിഞ്ഞാണ് പാടുന്നത്. ജാതി മതചിന്തകൾ കൂടാതെ അദ്ദേഹം എല്ലാ ദേവാലയങ്ങളിലും പോയി എല്ലാ മതങ്ങളുടെയും പാട്ടുകൾ പാടി. അങ്ങനെ സംഗീതത്തിന് ജാതിമത ഭേദങ്ങളില്ലെന്ന് അദ്ദേഹം തെളിയിച്ചു. തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും സമൂഹത്തിൽ നിന്ന് അപ്രത്യക്ഷമായിട്ടുണ്ടെങ്കിലും ചില മനസ്സിലെങ്കിലും ഇത്തരം ചിന്തകളുടെ കെടാത്ത കനലുകൾ ഇന്നുമുണ്ട്. ഇതിന് തെളിവാണ് ദുരഭിമാനക്കൊലയുടെയും കലാപങ്ങളുടെയും വാർത്തകൾ. അവർക്ക് മുന്നിൽ മാതൃകയാണ് യേശുദാസിന്റെ ജീവിതം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും, മുകളിൽ നൽകിയ 2 സന്ദർഭങ്ങളുടെയും ജീവിത സന്ദേശം വിശദമാക്കി കുറിപ്പ് തയ്യാറാക്കുക.
ഓക്കെ, ദെൻ 9ാമത്തെ ചോദ്യം ഗദ്യഭാഗം വായിച്ച് ചുവടെ നൽകിയ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക എന്നാണ് അല്ലേ. സിനിമയിലെ കഥാപാത്രങ്ങൾ യഥാർത്ഥ ജീവിതത്തിലെ മനുഷ്യരുടെ പ്രതിനിധികളായിട്ട് തന്നെയാണ് പ്രത്യക്ഷപ്പെടുന്നത്. എന്നാൽ കഥ പറയുന്ന അഥവാ ആഖ്യാനിക്കുന്ന കഥാപാത്രമാകുന്നതോടെ വിസ്മയാവഹമായ വശീകരണ ശക്തി അവയ്ക്ക് കൈവരുന്നു. ആഖ്യാനം ചെയ്തുകൊണ്ടിരിക്കുന്ന സിനിമ കാഴ്ചയിലൂടെയും കഥാപാത്രത്തിലൂടെയും കഥയുടെ ഊഷ്മളമായ ചുരുളി നിവർത്തുമ്പോൾ പ്രേക്ഷകർ അഥവാ കാഴ്ചക്കാർ കഥാപാത്രങ്ങളുടെ ശരീരവും ശരീരഭാഷയും വൈകാരിക അവസ്ഥകളും ആഗ്രഹത്തോടെ അറിഞ്ഞ് ആസ്വദിക്കുന്നതാണ് സിനിമയെ തീക്ഷ്ണമാക്കുന്നത്. സിനിമയിൽ കഥാപാത്രത്തിനുള്ള പ്രസക്തി മനസ്സിലാക്കി വേണം തിരക്കഥയിൽ അവരെ സൃഷ്ടിക്കുവാനും പ്രകടനത്തിലൂടെ വ്യക്തിത്വം പകർന്നു കൊടുക്കുവാനും. കഥാപാത്രങ്ങളിലൂടെ കഥ പറയാൻ കഴിയുന്നില്ലെങ്കിൽ നല്ല തിരക്കഥ തന്നെ ഉണ്ടാകുന്നില്ലെന്ന വസ്തുതയും അറിഞ്ഞിരിക്കണം. പുതുസിനിമ, ഭാവന, ഭാഷ, ഭാവുകത്വം, ഡോക്ടർ ജെസ്കെ മാനുവൽ. കഥാപാത്രങ്ങൾക്ക് വശീകരണ ശക്തി കൈവരുന്നത് എപ്പോഴാണെന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. ഇവിടെ നോക്കൂ, സിനിമയിലെ കഥാപാത്രങ്ങൾ യഥാർത്ഥ ജീവിതത്തിലെ മനുഷ്യരുടെ പ്രതിനിധികളായിട്ട് തന്നെയാണ് പ്രത്യക്ഷപ്പെടുന്നത്. എന്നാൽ കഥ പറയുന്ന അഥവാ ആഖ്യാനിക്കുന്ന കഥാപാത്രമാകുന്നതോടെയാണ് എന്ത് ചെയ്യുന്നത്, വിസ്മയാവഹമായ വശീകരണ ശക്തി അവയ്ക്ക് കൈവരുന്നത് അല്ലേ. ഓക്കെ, ഇത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നല്ല തിരക്കഥ ഗുണമായി ലേഖകൻ പറയുന്നത്. നല്ല തിരക്കഥയുടെ ഗുണമായിട്ട് പറയുന്നത് എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം എന്താണ് തിരക്കഥയുടെ ഗുണമായിട്ട് ലേഖകൻ പറയുന്നത് എന്ന് നോക്കൂ. സിനിമയിൽ കഥാപാത്രത്തിനുള്ള പ്രസക്തി മനസ്സിലാക്കി വേണം തിരക്കഥയിൽ അവരെ സൃഷ്ടിക്കാനും പ്രകടനത്തിലൂടെ വ്യക്തിത്വം പകർന്നു കൊടുക്കുവാനും. കഥാപാത്രങ്ങളുടെ കഥ പറയാൻ കഴിയുന്നില്ലെങ്കിൽ നല്ല തിരക്കഥ ഉണ്ടാകുന്നില്ല വസ്തുതയും അറിഞ്ഞിരിക്കണം അല്ലേ. അപ്പോൾ ഗുണമായിട്ട് പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലായല്ലോ. സിനിമ തീക്ഷ്ണമായ അനുഭവമാകുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടല്ലേ. ഇവിടെ ഈ വരികളിലാണ് അത് പറഞ്ഞിട്ടുള്ളത്. നോക്കൂ, സിനിമ കാഴ്ചയിലൂടെയും കഥാപാത്രത്തിലൂടെയും കഥയുടെ ഊഷ്മളമായ ചുരുളി നിവർത്താൻ പ്രേക്ഷകർ അഥവാ കാഴ്ചക്കാർ കഥാപാത്രങ്ങളുടെ ശരീരവും ശരീരഭാഷയും വൈകാരിക അവസ്ഥകളും ആഗ്രഹത്തോടെ അറിഞ്ഞ് ആസ്വദിക്കുന്നതാണ് എന്ത് ചെയ്യുന്നത്, സിനിമയെ തീക്ഷ്ണമാക്കുന്നത്. ആൻസേഴ്സ് ഒക്കെ ഇതിൽ തന്നെ നൽകിയിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, എടുത്ത് എഴുതിയാൽ മതി അല്ലേ. ഇതൊക്കെ പാസേജ് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. അതുകൊണ്ട് ആൻസർ വിശദീകരിച്ച് പറയുന്നില്ല. 10ാമത്തെ ചോദ്യം നോക്കൂ. എങ്കിലും അന്നത്തെ ചില കഥകളി വേഷങ്ങൾ എൻ്റെ മനസ്സിൽ മായാത്ത മുദ്ര പതിപ്പിച്ചിട്ടുണ്ട്. പരോക്ഷമാണെങ്കിലും അതും പിൽക്കാലത്ത് എനിക്ക് പ്രചോദനമായിട്ടുണ്ടാകാം. കരിവിളക്കിന്റെ തിരുനാളം. ഇതുപോലെ നിങ്ങൾക്ക് പ്രചോദനം നൽകിയ ഒരു അനുഭവത്തെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഒരു ഉദാഹരണം നൽകുന്നുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് പ്രചോദനം നൽകിയ ഒരു അനുഭവത്തെക്കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, കുറിപ്പ് തയ്യാറാക്കുക. ഓക്കെ, നമുക്ക് മാതൃക നോക്കാം. പ്രശസ്ത ചിത്രകാരന്മാരായ വാൻഗോഗിനെ പോലെ രാജാ രവിവർമ്മയെ പോലെ മനസ്സുകൊണ്ട് ഞാൻ ആദരിച്ച ചിത്രകാരനായിരുന്നു അമ്മായിയുടെ മകൻ മധുചേട്ടൻ. കുട്ടിക്കാലം മുതലേ ഞാൻ ആ വീട്ടിൽ പോകുമ്പോഴെല്ലാം മധുചേട്ടൻ്റെ പഠനമേശയിൽ +2കാരുടെ സയൻസ് റെക്കോർഡ് ബുക്കുകൾ കാണും. നാട്ടിലെ +2കാരുടെ എല്ലാം റെക്കോർഡ് ബുക്കുകൾ അച്ചടിച്ചതുപോലെ വരച്ചു കൊടുത്തിരുന്നത് മധുചേട്ടനായിരുന്നു. ചേട്ടൻ വരയ്ക്കുന്നത് നോക്കി എത്ര മണിക്കൂർ ഞാൻ നിന്നിട്ടുണ്ടെന്നോ. ആ മേശയുടെ അറ്റത്തൊരു കൊച്ചു കുടുക്കയും ഞാൻ കണ്ടിട്ടുണ്ട്. ആ കുടുക്കയിൽ രൂപയുണ്ടോ അമ്മായി എന്ന് ഞാൻ ഒരിക്കൽ ചോദിച്ചു. പിന്നെ അവൻ 1 രൂപ പോലും കളയില്ല. അവനായിട്ട് ആരോടും വില പറയില്ലെങ്കിലും പടം വരയ്ക്കാൻ വരുന്ന കുട്ടികളൊക്കെ അവന് പടം കൊടുക്കും. അതൊക്കെ സൂക്ഷിക്കുന്ന കുടുക്കയാ അത്. കഴിഞ്ഞ വർഷം അവൻ സൈക്കിൾ വാങ്ങിയത് അവൻ്റെ തന്നെ അധ്വാനമല്ലേ. അമ്മായിയുടെ വാക്കുകൾ കേട്ടപ്പോൾ മധുചേട്ടൻ വാനോളം പൊങ്ങി നിൽക്കുന്നതായി എനിക്ക് തോന്നി. ഈ ചെറുപ്രായത്തിൽ നാട്ടിൽ അറിയപ്പെടുന്ന ചിത്രകാരനാവുക, സ്വന്തം കഴിവ് കൊണ്ട് സൈക്കിൾ എന്ന സ്വപ്നം സ്വന്തമാക്കുക, അതൊരു അനുകരിക്കേണ്ട കാര്യം തന്നെയാണെന്ന് എനിക്ക് തോന്നി. ഞാനും കുറേശ്ശെ ചിത്രങ്ങൾ വരച്ചു തുടങ്ങി. ആദ്യമൊക്കെ ഞാൻ ആ പേപ്പറുകൾ കീറിക്കളഞ്ഞിരുന്നെങ്കിലും മനസ്സുമടുക്കാതെ മധുചേട്ടനെ ഓർത്ത് വീണ്ടും വീണ്ടും വരച്ചുകൊണ്ടിരുന്നു. ഒരിക്കൽ സ്കൂളിൽ വെച്ച് നടന്ന ചിത്രരചനാ മത്സരത്തിൽ എനിക്കായിരുന്നു 1ാം സ്ഥാനം. ആ സംഭവത്തിന് ശേഷം ഞാനും അമ്മയും കൂടി ഒരിക്കൽ അമ്മായിയുടെ വീട്ടിൽ പോയിരുന്നു. എന്നെ കണ്ട മധുചേട്ടൻ മിടുക്കി കുട്ടി, മത്സരത്തിൽ ഫസ്റ്റ് വാങ്ങിയില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കളർ ബോക്സ് എനിക്ക് സമ്മാനമായി തന്നു. സന്തോഷം കൊണ്ട് എന്തു പറയണമെന്നറിയാതെ ഞാൻ നിന്നുപോയി. സ്കൂളിൽ നിന്ന് കിട്ടിയ ട്രോഫിയേക്കാൾ വലുതാണ് ഈ സമ്മാനം എന്ന് പോലും എനിക്ക് തോന്നിപ്പോയി. കാരണം മധുചേട്ടനെ കണ്ടാണ് ഞാൻ വരയുടെ ലോകത്തേക്ക് ഇറങ്ങിയത് തന്നെ. അത്രയും ആദരിക്കുന്ന ഒരാളുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന സമ്മാനം അത് എത്ര ചെറുതായതും മനസ്സ് നിറയുന്നത് തന്നെയാണെന്ന് എനിക്കെന്ന് ബോധ്യമായി. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടേതായ അനുഭവത്തെക്കുറിച്ചൊരു കുറിപ്പ് തയ്യാറാക്കുക. ഓക്കെ, 11ാമത്തെ ചോദ്യം നോക്കാം. നിങ്ങളുടെ ജീവിതം മോശമെന്നല്ലേ ഞാൻ ചൊന്നതെന്നോമനെ മാപ്പ് നൽകൂ. പനിനീർ പൂവ് എന്ന കവിത നൽകുന്ന തിരിച്ചറിവുകൾ എന്തെല്ലാം? കുറിപ്പ് തയ്യാറാക്കുക എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്.
പനിനീർ പൂവ് എന്ന കവിതയിലെ വരികളാണല്ലോ ഇവിടെ നൽകിയിട്ടുള്ളത്. അവിടെ എന്താ പറയുന്നത്? നിങ്ങളുടെ ജീവിതം മോശമെന്നല്ലേ ഞാൻ ചൊന്നനെന്നോമനെ മാപ്പ് നൽകൂ. ഇവിടെ എന്താ കവി പറയുന്നത്? അതായത് എന്താണ്? പൂക്കളുടെ മഹാത്മ്യം തിരിച്ചറിഞ്ഞപ്പോൾ ക്ഷണത്തിൽ പൊളിഞ്ഞ് മണ്ണോട് ചേരുന്ന പൂവിൻ്റെ ജന്മം മോശമാണെന്ന് പറഞ്ഞു പോയതോർത്ത് പൂവിനോട് മാപ്പ് ചോദിക്കുകയാണല്ലേ കവി. ഭൂമിയിൽ ഓരോന്നിനെയും അതിൻ്റെതായ സൗന്ദര്യവും പ്രാധാന്യവും ഉണ്ടെന്നാണ് വരികളിലൂടെ കവി പറയുന്നത്. അതായത് ഒന്നിനെ മാറ്റി നിർത്താനോ അവഗണിക്കാനോ കഴിയാത്ത വിധം പരസ്പരം ബന്ധപ്പെട്ട് നിൽക്കുന്നവയാണ് എല്ലാം. പ്രകൃതിയിലെ സുന്ദരമായ ഈ പരസ്പര ബന്ധത്തെയാണ് കവി വരികളിലൂടെ സൂചിപ്പിക്കുന്നത് അല്ലേ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ പനിനീർ പൂവ് നൽകുന്ന കവിത നൽകുന്ന തിരിച്ചറിവുകൾ എന്തെല്ലാം എന്ന് നൽകിക്കൊണ്ട് ഒരു കുറിപ്പ് തയ്യാറാക്കുക. ഓപ്ഷൻ ബി നോക്കൂ. ഇനി എൻ്റെ പങ്കും കൂടി അനുധാര പഠിച്ചോളൂ എന്നൊരു വലിയ തമാശ പോലെ പറഞ്ഞ് ഈറനായൊരു പൊട്ടിച്ചൊരി എതിർത്ത് നീലകണ്ഠൻ നടന്നു നീങ്ങി. താളുകൾക്കിടയിൽ മയിൽപ്പീലി. സൂചനയും കഥയിലെ മറ്റ് കഥാസന്ദർഭങ്ങളും വിശകലനം ചെയ്ത് നീലകണ്ഠൻ എന്ന കഥാപാത്രത്തെ നിരൂപണം ചെയ്യുക എന്നാണല്ലേ പറയുന്നത്. നീലകണ്ഠനെ കുറിച്ചുള്ള കഥാപാത്ര നിരൂപണമാണല്ലേ നമ്മളോട് തയ്യാറാക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. താഴെ തന്നിരിക്കുന്ന ചോദ്യത്തിന് ഒരു പുറത്തിൽ കവിയാതെ ഉത്തരം എഴുതുക എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. അമ്മ കരയുന്നില്ല, ഒരു തരം പ്രത്യേക പ്രസന്നത, മുഖത്ത് മനഃപൂർവ്വം കയറ്റി നിർത്തിയതുപോലെ കാതിനടുത്തെത്തി അമ്മ നിന്നു. തിങ്കളാഴ്ച നല്ല ദിവസം. പരിചരണ ഉത്തരവാദിത്തത്തെ ചൊല്ലിയുള്ള തർക്കം. മക്കൾ അമ്മയെ റോഡിൽ ഉപേക്ഷിച്ചു. പത്രവാർത്തയിൽ നിന്നുള്ളതാണ് അല്ലേ. മുകളിൽ നൽകിയ സൂചനകളും സമകാലിക സംഭവങ്ങളും വിശകലനം ചെയ്ത് കുടുംബ ബന്ധങ്ങൾ വീണ്ടെടുക്കാം എന്ന വിഷയത്തിലൊരു പ്രഭാഷണം തയ്യാറാക്കുക എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. അല്ലെങ്കിൽ നോക്കൂ, ആശയം, സമകാലിക പ്രസക്തി, ആസ്വാദനാംശങ്ങൾ എന്നിവ പരിഗണിച്ച് ചുവടെ കൊടുത്ത കഥയ്ക്ക് ആസ്വാദനം തയ്യാറാക്കുക. അപ്പോൾ പൂവ് എന്നൊരു കഥ ഇവിടെ നൽകിയിട്ടുണ്ട്. അപ്പോൾ അത് വായിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ആസ്വാദനം തയ്യാറാക്കാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? ലഘുപ്രഭാഷണം അല്ലേ. അപ്പോൾ നമുക്ക് ഈ പ്രഭാഷണം ഒന്ന് നോക്കാം. ഓക്കെ, നമുക്ക് ആൻസർ എഴുതാം. പ്രിയ ശ്രോതാക്കളെ, മറ്റുള്ളവരുടെ സ്നേഹവും പരിചരണവും ഏറ്റവും അധികം വേണ്ട കാലഘട്ടമാണ് വാർദ്ധക്യം. എന്നാൽ പ്രായമായവരോടുള്ള നമ്മുടെ മനോഭാവം എന്താണ്? വൃദ്ധജനങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരുന്ന അവഗണനയുടെയും അരക്ഷിതാവസ്ഥയുടെയും നിരവധി വാർത്തകൾ മാധ്യമങ്ങളിലൂടെ നാം അറിയുന്നുണ്ട്. ഇതിൽ നിന്നും വൃദ്ധരോടുള്ള നമ്മുടെ മനോഭാവം ഏറെക്കുറെ വ്യക്തമാണ്. തങ്ങളുടെ ജീവിതത്തിലെ നല്ല കാലം മുഴുവൻ മക്കൾക്ക് വേണ്ടിയും സമൂഹത്തിന് വേണ്ടിയും ചിലവഴിച്ചവരാണ് മിക്ക വൃദ്ധജനങ്ങളും. ജീവിതത്തിന്റെ നല്ലൊരു പങ്കും ചിലവഴിച്ച് വീട്ടിൽ നിന്നും വൃദ്ധമന്ദിരത്തിലേക്ക് പറഞ്ഞയക്കപ്പെടുന്ന ഒരമ്മയുടെ ചിത്രമാണ് പത്മരാജന്റെ തിങ്കളാഴ്ച നല്ല ദിവസം എന്ന തിരക്കഥാഭാഗത്തിൽ ആവിഷ്കരിച്ചിരിക്കുന്നത്. തനിക്ക് ഓഹരിയായി കിട്ടിയ വീടും പറമ്പും വിറ്റ് ബാംഗ്ലൂരിൽ ഫ്ലാറ്റ് വാങ്ങിക്കാൻ വേണ്ടി അമ്മയെ ശരണാലയത്തിലാക്കുകയാണ് ഇളയ മകൻ. മൂത്ത മകനാകട്ടെ ഒന്നിലും ഇടപെടാതെ നിസ്സഹായനും നിസ്സംഗനുമായി നിൽക്കുകയാണ്. ഈ അമ്മയെപ്പോലുള്ള പ്രായമായവരെ സംരക്ഷിക്കേണ്ടതിനു പകരം ഒരു ബാധ്യതയായി കരുതി ഒഴിവാക്കാനാണ് മക്കളും സമൂഹവും ശ്രമിക്കുന്നത്. എന്തു കാരണത്തിൻ്റെ പേരിലായും പ്രായമായ മാതാപിതാക്കളെ ഉപേക്ഷിക്കുന്നത് ഒരിക്കലും നീതീകരിക്കാനാവില്ല. പ്രായമായവർക്ക് യാതൊരു പരിഗണനയും നൽകാതെ അവരെ ഒരു ശല്യമായി കരുതുന്ന ധാരാളം ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. വൃദ്ധരെ കൊണ്ട് ഇനി ഒന്നിനും കഴിയില്ല എന്ന് ചിന്തിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. പ്രായമായവരുടെ ജീവിത പരിചയവും അനുഭവജ്ഞാനവും ഒരു മുതൽക്കൂട്ടാണെന്ന് തിരിച്ചറിഞ്ഞ് അവരെ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നവരായി മാറാനാണ് നാം ശ്രമിക്കേണ്ടത്. വൃദ്ധരായവർക്ക് ഏറ്റവും അധികം പരിഗണന നൽകുന്നവരായി നമ്മുടെ സമൂഹം മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? ഇതുപോലെ ലഘുപ്രഭാഷണം തയ്യാറാക്കുക. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ പൂവ് എന്ന കഥാഭാഗം വായിച്ച് നോക്കി അതിൻ്റെ സമകാലിക പ്രസക്തി, ആശയം എന്നിവയെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു ആസ്വാദനം തയ്യാറാക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നത്. ഓക്കെ കൂട്ടുകാരെ, അപ്പോൾ നമ്മളെല്ലാ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.